5 വർഷത്തിനുള്ളിൽ ഇരട്ടിയിലേറെ തുക സംസ്ഥാനം വായ്പ എടുത്തിട്ടുണ്ടെന്ന് കേന്ദ്ര ധനകാര്യ സഹമന്ത്രി പങ്കജ് ചൌധരി. 2019-20 18,073 കോടിയാണ് വായ്പ എടുത്തതെങ്കിൽ 2022-23 30,839 കോടിയും 2023-24 വർഷത്തിൽ 42,438 കോടിയുമായി. മൊത്ത ആഭ്യന്തര ഉൽപാദനത്തിന്റെ 3% വായ്പാ പരിധി. പി ബസന്ത ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ബസന്ത, കേരളത്തിന്റെ ആവശ്യപ്രകാരം കേന്ദ്രം ഈ ഒരു കടമെടുപ്പ് പരിധി ഉയർത്തി നൽകിയതാണ്. അപ്പോൾ സ്വാഭാവികമായും ഈ ഒരു വായ്പ എടുക്കുന്ന ഒരു സാഹചര്യം ഉയരുമല്ലോ. ഈ 5 വർഷത്തിനിടയിൽ ഇങ്ങനെ ഉണ്ടായത് സ്വാഭാവികമായ ഒരു വർധനയാണോ? രാജ്യസഭയിൽ ജബി മേത്തർക്ക് നൽകിയ ഒരു ഉത്തരമാണിത്. അതായത് 2019 മുതൽ 2024 വരെയുള്ള സംസ്ഥാന സർക്കാരിന്റെ വായ്പെടുക്കലിന്റെ കണക്കുകളാണ് കേന്ദ്ര ധനമന്ത്രാലയം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. നടപ്പ് വർഷം കേരള സർക്കാർ 40,922 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. പക്ഷേ ജനുവരി 29 വരെ മാത്രം 36,002 കോടി രൂപയുടെ വായ്പ ഇതുവരെ എടുത്തിട്ടുണ്ട് എന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. മാത്രമല്ല, വൈദ്യുതി മേഖലയിലെ നവീകരണം, തൊഴിലവസരങ്ങൾ, ഉൽപാദനക്ഷമത എന്നിവയുടെ അടിസ്ഥാനത്തിൽ 0.5% വരെ അധിക വായ്പ ലഭ്യമാണെന്നും സർക്കാർ അറിയിച്ചിട്ടുണ്ട്. മൊത്ത ആഭ്യന്തര ഉൽപാദനത്തിന്റെ 3% മാത്രമാണ് വായ്പാ പരിധിയായിട്ട് സർക്കാർ കണക്ക് കൂട്ടിയിട്ടുള്ളത്. അതേസമയം കിഫ്ബിയുടെ കടമെടുപ്പ് സംസ്ഥാനത്തിന്റെ വായ്പാ പരിധിയിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നും ഇപ്പോൾ കേന്ദ്ര സർക്കാർ രാജ്യസഭയിൽ അറിയിച്ചിട്ടുണ്ട്.